ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മാജിക് ചെയിൻ ആണ്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 2 കളർ നൂലെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഇതിൽ ഒരു നൂലിൽ തന്നെ 2 നൂല് മാറ്റിയെടുക്കുക. ഇത് 6 അല്ലികളായിട്ടാണ് ഉണ്ടാവുക. അന്ന് 2 അല്ലി എടുക്കുക. ഓക്കെ, 2 ത്രെഡ് മാത്രം നോക്കിയിട്ടെടുക്കുക. അതുപോലെ 2 നൂലിൽ നിന്ന് എടുക്കണം കേട്ടോ. അതാ ഞാൻ ഇപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഒരു കളറിൽ നിന്ന് 2. അപ്പോൾ അങ്ങനെ 4 പീസ് ഉണ്ടാവും. അങ്ങനെ 2 കളറിനും ഇതുപോലെ എടുത്തു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2 കളർ നൂലും 2 അല്ലി വീതം എടുത്തിട്ട് 4 പീസായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൂചിയിൽ കോർക്കുക. ഇത് രണ്ടും ഒരുമിച്ച് സൂചിയിൽ കോർക്കുക. കോർക്കുമ്പോൾ രണ്ടും ജോയിൻ്റ് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിട്ട് തന്നെ കിട്ടണം. കോർക്കുന്നത് ഒരു സൂചിയിലാണെങ്കിലും ഇതുപോലെ സൂചിയിൽ കോർത്ത് കൊടുക്കുക. ഞാൻ അത് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കെട്ടിട്ട് കൊടുക്കാം. താഴെ കെട്ടിടാതെയും ചെയ്യണമെങ്കിൽ ചെയ്യാം. മീൻസ് രണ്ടും ജോയിൻ്റ് ആക്കാതെ, ഈ 4 കൂടി ഒരുമിച്ചാക്കാതെ കെട്ടാം. അതല്ലെങ്കിൽ ഒരുമിച്ചാക്കിയിട്ട് കെട്ടിയിട്ടാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ 2 കൂടെ ഒരുമിച്ചാക്കുകയാണ്. 2 അറ്റം, ഒരറ്റം മാത്രം കെട്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ ഇപ്പോൾ 2 ഒരുമിച്ച് തന്നെ ആക്കിയിട്ടുള്ളതാണ് കാണിക്കുന്നത്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ചാണിത്. മാജിക് ചെയിനാണ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പേര്. അപ്പോൾ ആദ്യം നമുക്ക് സാധാ ചെയിൻ ചെയ്യുന്ന പോലെ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ 2 കളർ നൂലുണ്ടല്ലോ, ഈ 2 നൂലും സെപ്പറേറ്റ് തന്നെ നമുക്ക് കിട്ടണം ഈ സൂചിയിൽ ചുറ്റാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മൾ ചുറ്റി കൊടുക്കുക. അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 2 നൂലും തമ്മിൽ ജോയിൻ്റ് ആവരുതെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ 2ഉം വേറെ വേറെ ആക്കിയിട്ട് മാറ്റി പിടിക്കുകയാണ്. അത് ഒരിക്കൽ നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, അത് റെഡിക്ക് അങ്ങനെ കിട്ടിപ്പോവും. ഇതുപോലെ ഇത് 2 മറ്റേത് 2. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു കളർ നൂല് മാത്രം സൂചിക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. മറ്റേ കളർ ചെയ്യരുത്. എന്നിട്ട് മറ്റേത് വലിച്ചാൽ മതി. അത് അടുത്ത സ്റ്റിച്ചിങ്ങിൽ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ടൈറ്റ് ആവും. അപ്പോൾ ഒന്ന് ലൂസിലായിരിക്കും ആ നൂല് നിൽക്കുക. ഇനി നമുക്ക് അതിൻ്റെ കുത്തിയ ഹോൾസിൻ്റെ അപ്പുറത്താട്ടോ വേണ്ടത്. ഇതിൽ ഇനി എടുക്കേണ്ടത് നെക്സ്റ്റ് കളർ നൂല്. ഓക്കെ, ഈ കളർ നൂല് എടുക്കുക, ചുറ്റി കൊടുക്കുക. നമുക്ക് താഴെ ഒരു കെട്ട് മാത്രം ഇട്ട് കഴിഞ്ഞാൽ, ഒരു സൈഡ് അറ്റം മാത്രം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂലിൻ്റെ അറ്റം പെട്ടെന്ന് പിടിക്കാം കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. നമുക്കിതാ ഓക്കെ ആണല്ലോ. ഇപ്പോൾ അടുത്തതും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ സൂചിയിലുള്ള നൂല് ടൈറ്റിൽ തന്നെ ആയി. ഇനി അടുത്ത ഹോളിൽ ഉള്ളിലൂടെ വേണം കുത്തിയെടുക്കാൻ. ഇതിൽ കൂടെ നമ്മൾ പുറത്തൂടെ കുത്തരുത്. ഇതാണ് ചെയിൻ സ്റ്റിച്ചിന്, അങ്ങനെയാണ് കുത്തേണ്ടത്. ഇങ്ങനെ കുത്തിയിട്ട് ഇനി നെക്സ്റ്റ് കളർ എടുക്കുക. ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് ചെയ്യുന്ന ഈ ഒരു ചെയിൻ സ്റ്റിച്ചിനെയാണ് മാജിക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ കളറ് നമ്മൾ നല്ല ഭംഗിയുള്ള 2 കളർ എടുക്കുക. അതിൽ ഇതുപോലെ കുത്തിയിട്ട് വലിച്ചു കൊടുക്കുക. നല്ല സിമ്പിളാണ് കേട്ടോ. ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ 2 കളർ നൂലെടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ നൂലാണ് ചുറ്റേണ്ടതെന്നുള്ളൂ. ഇത് നമ്മൾ കെട്ടുടുങ്ങാതെ ശ്രദ്ധിക്കണം കേട്ടോ. കെട്ടിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ചാണ് മാജിക് ചെയിൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മനസ്സിലാവും. നൂലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് സൂചിൻ്റെ ഉള്ളിലൂടെ കടക്കാൻ പറ്റുന്ന രീതിയിലാവണം കേട്ടോ. ഒരുപാട് കട്ടിയുള്ള രീതിയിൽ നമുക്ക് വേണ്ടെങ്കിൽ എടുക്കാം. സൂചിൻ്റെ ഹോൾസ് അത് വലുതായിരിക്കണം. എങ്കിലേ നമുക്ക് കൂടുതൽ കട്ടിയുള്ള നൂലുകളൊക്കെ അതിലൂടെ പാസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്കിനി അടുത്ത സ്റ്റിച്ചുകളും നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഒരു നൂല് ചുറ്റി കഴിഞ്ഞാൽ മറ്റേ നൂല് ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതുപോലെ വലിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചുറ്റുമ്പോൾ ആ ഒരു സൂചിൻ്റെ മീൻസ് നൂല് ചുറ്റി കഴിഞ്ഞാൽ നമുക്കത് ടൈറ്റായിട്ട് കിട്ടും. നെക്സ്റ്റ് അടുത്ത റൗണ്ടിലും സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഒന്ന് ലൂസാവും. അപ്പോൾ ഇതൊന്ന് ലൂസായി. അപ്പോൾ നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. Thank you for watching.